പന്തളം നഗരസഭാ അധ്യക്ഷ സ്ഥാനം ബി.ജെ.പിക്ക് 19 പേരുടെ പിന്തുണയോടെ അച്ഛൻ കുഞ്ഞു ജോൺ വിജയിച്ചു. ഒരു സ്വതന്ത്രനും ബി.ജെ.പിയെ പിന്തുണച്ചു. ബി.ജെ.പി അധ്യക്ഷയ്ക്കെതിരെ എൽ.ഡി.എഫ്, യു.ഡി.എഫ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ അവിശ്വാസം അവതരിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. യു.ഡി.എഫ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. നഗരസഭയ്ക്ക് മുന്നിൽ ബി.ജെ.പിയുടെ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ്. ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകുന്നുമുണ്ട്. മിഥുൻ മുരളി ചേരുന്ന വിവരങ്ങളുമായി. മിഥുൻ, ഈ അവിശ്വാസം കൊണ്ടുവരാനുള്ള നീക്കം എങ്ങനെ പരാജയപ്പെട്ടു എന്നാണ് വിവരങ്ങൾ? വീണ 18 ബി.ജെ.പി കൗൺസിലർമാരും ഒപ്പം ഒരു സ്വതന്ത്രനും ഉൾപ്പെടെയുള്ള 19 പേരുടെ പിന്തുണയോടുകൂടിയാണ് ബി.ജെ.പിയുടെ നഗരസഭാ അധ്യക്ഷ ചെയർമാനായിട്ട് അച്ഛൻകുഞ്ഞു ജോൺ വിജയിച്ചിരിക്കുന്നത്. എൽ.ഡി.എഫ്, യു.ഡി.എഫ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ ഇവിടെ ഒരു അട്ടിമറി നടത്താനുള്ള ശ്രമങ്ങൾ, അതിനെയാണ് ബി.ജെ.പി ഗംഭീരമായിട്ട് പിന്നിട്ടുകൊണ്ട് ഇവിടെ ബി.ജെ.പിയുടെ ഭരണ തുടർച്ച ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ പന്തളം നഗരസഭയുടെ ചുമതലയുള്ള ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് സി കൃഷ്ണകുമാർ, ഒപ്പം ബി.ജെ.പി ജില്ലാ അധ്യക്ഷൻ വി എസ് സൂരജ് തുടങ്ങിയവർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനങ്ങൾ നടക്കുകയാണ്. നേതാക്കൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. സി കൃഷ്ണകുമാർ അദ്ദേഹം തന്നെ ചേരുന്നു. വലിയൊരു അട്ടിമറി എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും ഭാഗത്തു നിന്ന് ഈ ബി.ജെ.പിയുടെ ഭരണത്തെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായി. അതിനെയാണ് വളരെ ഗംഭീരമായിട്ട് ബി.ജെ.പി എതിർത്ത് തോൽപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഒരു അവസരത്തിൽ? ഈ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പന്തളം നഗരസഭാ ഭരണത്തെ കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് പലതരത്തിലുള്ള അട്ടിമറി നടത്താൻ രണ്ട് മുന്നണികളും ഇന്ത്യ സഖ്യം ശ്രമിച്ചു വരികയാണ്. ഇവിടെ ഭരണസ്തംഭനം ഉണ്ടാക്കാനുള്ള നിരവധി ശ്രമങ്ങൾ ഉണ്ടായി. ഇവിടുത്തെ ഭരണം സുഗമമായിട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളെ അട്ടിമറിക്കുന്ന രീതിയിൽ ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിച്ചു. ഇപ്പോൾ ഏറ്റവും അവസാനം അവിശ്വാസ പ്രമേയത്തിലൂടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. അതിന് വലിയ തിരിച്ചടിയാണ് ഇന്ത്യ സഖ്യത്തിന് ലഭിച്ചിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഒരു സ്വതന്ത്ര അംഗം പോലും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് വോട്ട് രേഖപ്പെടുത്തി ഞങ്ങളോടൊപ്പം വന്നിരിക്കുക. 18 അംഗങ്ങൾ മാത്രമുണ്ടായിരുന്ന ഞങ്ങളോടൊപ്പം ഇന്ന് ഒരു സ്വതന്ത്ര അംഗം കൂടി ചേർന്ന് ഞങ്ങളെ 19 അംഗങ്ങളുള്ള പ്രസ്ഥാനമായിട്ട് പാർട്ടിയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. വലിയ ആഹ്ലാദ സമയം കൂടിയാണ്. കാരണം ജില്ലാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമാണ് ഈ ഒരു കാര്യത്തിലൂടെ പന്തളത്തിന്റെ നഗരസഭ വിജയം, വീണ്ടും ഭരണ തുടർച്ച ഉണ്ടാവുക എന്നുള്ളത്. ഇപ്പോൾ ജില്ലാ അധ്യക്ഷൻ വി എസ് സൂരജ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഒരു സ്വതന്ത്രനെ കൂടി നിർത്താൻ പറ്റി? ഞങ്ങളുടെ ഒരു കൗൺസിലർമാരും ചോരത്തില്ല എന്നുള്ള കാര്യം ഞങ്ങൾ ആദ്യമേ തന്നെ പറഞ്ഞാണ്. ആ സമയത്ത് ഇവിടുത്തെ എൽ.ഡി.എഫും യു.ഡി.എഫും പറഞ്ഞുകൊണ്ടിരുന്നത് ബി.ജെ.പി കൗൺസിലർമാർ വിട്ടുപോകുന്നു എന്നുള്ള. ബി.ജെ.പിയുടെ 18 കൗൺസിലർമാരും ഒറ്റക്കെട്ടായിട്ട് ഈ ഭരണസമിതിയെ തുണയ്ക്കുകയുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വെളിയിൽ നിന്നുള്ള ആൾക്കാർ ഞങ്ങളെ സഹായിച്ചു. 19 അംഗങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇവിടെ നഗരസഭാ ചെയർമാൻ ഇവിടെ അച്ഛൻകുഞ്ഞു ജോൺ അധികാരത്തിലേക്ക് വന്നത്. ഇതുവരെ നടത്തിയിരിക്കുന്ന ഭരണപരമായിട്ടുള്ള നേട്ടങ്ങൾ, അതിൻ്റെയൊക്കെ തുടർച്ച ഇനിയും ഉണ്ടാകണം. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമങ്ങൾ കൂടി ശക്തമായ രീതിയിൽ തന്നെ ഉണ്ടാകും. ശക്തമായിട്ട് കഴിഞ്ഞ 4 വർഷം ചെയ്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും. ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത് എങ്ങനെയും ബി.ജെ.പി ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു. അവർ പരസ്പരം ഒന്നിച്ചുകൊണ്ട് ആരെയൊക്കെ കൂട്ടുപിടിക്കാമോ, എന്തൊക്കെ ചെയ്താണെങ്കിലും ഈ ഭരണത്തെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതെല്ലാം പൊളിഞ്ഞു. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 18 കൗൺസിലർമാർ കൂടാതെ 19 പേരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വരാനായിട്ട് സാധിച്ചത്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യം അതിൻ്റെ പ്രാദേശിക രൂപങ്ങൾ പലയിടത്തും ആവർത്തിക്കുന്നു എന്നുള്ളതാണ്. അതെ, ഈ പന്തളം നഗരസഭാ ഭരണം ആരംഭിച്ച കാലം തൊട്ട് ഇവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു ഈ നഗരസഭാ ഭരണത്തെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുള്ളത്. അതിനെതിരായിട്ടുള്ള വികാരമാണ്, പന്തളത്തെ ജനങ്ങളുടെ വികാരമാണ് ഒരു സ്വതന്ത്ര അംഗം ഇന്ന് ഞങ്ങളുടെ ഭരണത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇത് പന്തളത്തുകാരെ സംബന്ധിച്ചോളം, കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളെ സംബന്ധിച്ചോളം ഒരു ക്രിസ്മസ് സമ്മാനം കൂടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ഭൂരിപക്ഷമുള്ള ഒരു നഗരസഭയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ശ്രീ അച്ഛൻകുഞ്ഞു ജോണിനെയാണ് ക്രിസ്മസ് സമ്മാനമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് നൽകിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ആഹ്ലാദ പ്രകടനങ്ങൾ തുടരുകയാണ്. നേരത്തെ എൽ.ഡി.എഫും യു.ഡി.എഫും കൂടി ചേർന്നുകൊണ്ട് ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ബി.ജെ.പിയുടെ നഗരസഭാ അധ്യക്ഷയായിരുന്ന സുശീല സന്തോഷും ഒപ്പം യു രമ്യയും രാജിവെക്കുന്നു. ഈ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് തൊട്ട് മുൻപായിരുന്നു 2 പേരുടെയും രാജി. തുടർന്നാണ് നഗരസഭാ തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നത്. 18 അംഗങ്ങളുള്ള നഗരസഭാ കൗൺസിലിൽ 18 പേരുടെ പിന്തുണ, ഒപ്പം തന്നെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ പിന്തുണ. നേരത്തെ യു.ഡി.എഫിനെ പിന്തുണച്ച സ്ഥാനാർത്ഥിയായിരുന്നു സ്വതന്ത്രൻ. അദ്ദേഹത്തിൻ്റെയും കൂടി പിന്തുണ, രാധാകൃഷ്ണൻ ഉണ്ണിത്താൻ, അദ്ദേഹത്തിൻ്റെ പിന്തുണയോട് കൂടി 19 പേരുടെ പിന്തുണയോട് കൂടിയാണ് ഇപ്പോൾ ബി.ജെ.പി വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുന്നത്. അച്ഛൻകുഞ്ഞു ജോൺ നഗരസഭാ അധ്യക്ഷനായി, ചെയർമാനായി സ്ഥാനമേൽക്കുന്നു. ഇനി ഉച്ചയ്ക്ക് ശേഷമാണ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബി.ജെ.പിയുടെ യു രമ്യ തന്നെയാണ് ഉപാധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും
ചെയ്യുന്നത്. ലസീതയായിരുന്നു ഇടതുപക്ഷ സ്ഥാനാർത്ഥി. ലസീതയ്ക്ക് 9 വോട്ടുകൾ മാത്രമാണ് 9 വോട്ടുകളാണ് ലഭിച്ചിരിക്കുന്നത്. 5 UDF അംഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്തിരുന്നു. ഭരണ തുടർച്ച, ഭരണ മുന്നേറ്റം, ഇനിയും ഉള്ള ഒരു വർഷം കൃത്യമായ വികസന തുടർച്ച സാധ്യമാക്കുന്നതിന് വേണ്ടി ഒരു സ്വതന്ത്രന്റെ കൂടി പിന്തുണയോടുകൂടി 19 സ്ഥാനാർത്ഥികളുടെ പിന്തുണയോടുകൂടി BJPയുടെ ഭരണ തുടർച്ച ഉണ്ടാകുന്നു. ഈ പന്തളത്തിന്റെ ചുമതലയുണ്ടായിരുന്ന C. കൃഷ്ണകുമാർ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുള്ള ഒരു ക്രിസ്മസ് സമ്മാനമായിട്ട് അച്ചൻകുഞ്ഞു ജോണിനെ പന്തളം നഗരസഭാ ചെയർമാനായി സ്ഥാനാർത്ഥിയാക്കി പന്തളം നഗരസഭാ ചെയർമാനായി പ്രഖ്യാപിച്ചുകൊണ്ട് BJPയുടെ ഒരു ക്രിസ്മസ് സമ്മാനം തന്നെയാണ് ഇപ്പോൾ പന്തളം നഗരസഭയിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പന്തളം നഗരസഭാ അധ്യക്ഷ സ്ഥാനം BJPക്ക് ലഭിച്ചിരിക്കുന്നു.